യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ആദ്യ കിരീടം ലക്ഷ്യപ്പെട്ടാണ് PSG ഇത്തവണയും കളിക്കുന്നത്. രണ്ടാം പാദ ക്വാർട്ടർ ഫൈനലിൽ ബാഴ്സലോണയുടെ മൈതാനത്താണ് PSG കളിക്കേണ്ടത്. പാരീസിൽ 2-3 ഗോളിന് തോറ്റതിനാൽ 1 ഗോളിന്റെ കടവുമുണ്ട് PSG. ഇതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയാലേ PSG സെമിയിലേക്ക് മുന്നേറാൻ കഴിയൂ. ബാഴ്സയെ അവസാനമായി ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാക്കിയ ലൂയിസ് എൻറിക്കയുടെ ശിക്ഷണത്തിലാണ് PSG ഇറങ്ങുക. സാവിയെയും സംഘത്തെയും തകർക്കാനുള്ള തന്ത്രങ്ങളെല്ലാം PSG തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പാരീസ് ക്യാമ്പിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. സെമി ഫൈനൽ യോഗ്യത മാത്രമാണ് ലക്ഷ്യമെന്ന ലൂക്കാസ് ഹെർണാണ്ടസ്. ഈ മത്സരത്തിനു വേണ്ടിയുള്ള കൃത്യമായ പ്ലാൻ ലൂയിസ് എൻറിക്കെ നടപ്പിലാക്കി കഴിഞ്ഞുവെന്നും താരത്തിന്റെ മുന്നറിയിപ്പ്. കൃത്യമായ ട്രെയിനിങ് സെഷനുകൾ, വിശ്രമം, വിലയിരുത്തലുകൾ എന്നിവയൊക്കെ PSG നടത്തിക്കഴിഞ്ഞു. മാത്രമല്ല ക്ലബിന് ഭൂരിഭാഗം താരങ്ങളെയും ഇപ്പോൾ ലഭ്യമാണ്. പരിക്കേറ്റ പ്രശ്നൽ കിംബാപ്പയെ മാത്രമാണ് ടീമിന് നഷ്ടമായിട്ടുള്ളത്. ബാഴ്സലോണയെയും സ്പെയിനെയും നന്നായി അറിയുന്ന വ്യക്തിയാണ് ലൂയിസ് എൻറിക്കെ. കഴിഞ്ഞ മത്സരത്തിൽ സംഭവിച്ച പിഴവുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തിരിച്ചടിക്കാൻ തന്നെയാണ് PSG മാസ്റ്റർ പ്ലാൻ. കിലിയൻ എംബാപ്പെ ഫോമിലേക്ക് എത്തിയാൽ PSG കാര്യങ്ങൾ എളുപ്പമാവും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.